നമ്മളിനി ഒരു ബൊഗെയിൻവില്ല ചെടികളുടെ ഒരു സാമ്രാജ്യത്തിലേക്കാണ് നമ്മളിനി പോകുന്നത്. ഒന്നും രണ്ടുമല്ല, 200-ലധികം വെറൈറ്റി ഹൈബ്രിഡ് ബൊഗെയിൻവില്ല ചെടികളാണ് വരാപ്പുഴ ഒളനാടുള്ള ജിമ്മി കല്ലൂരിന്റെ ആൽപൈൻ റോസ് ഗാർഡനിൽ സന്ദർശകരെ കാത്തിരിക്കുന്നത്. പൂക്കളിലെ രാജകുമാരിയാണ് ബൊഗെയിൻവില്ല പൂവുകൾ. 250-ലധികം വെറൈറ്റി ബൊഗെയിൻവില്ല പൂത്തു നിൽക്കുന്ന ഒരു തോട്ടത്തിലേക്കാണ് നമ്മളുടെ ഇന്നത്തെ യാത്ര. വരാപ്പുഴയ്ക്ക് സമീപം ഒളനാടെന്ന കൊച്ചു ഗ്രാമത്തിലാണ് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ബൊഗെയിൻവില്ല ചെടികൾ വളർത്തുന്ന പൂന്തോട്ടമുള്ളത്. ജിമ്മി കല്ലൂർ എന്ന കർഷകന്റെ 42 വർഷം നീളുന്ന അധ്വാനമാണ് ഈ പൂന്തോട്ടത്തിനു പിന്നിൽ. കുഞ്ഞുങ്ങളെ വളർത്തി വലുതാക്കി കൊണ്ടുവരുന്നത് പോലെയാണ് ഓരോ ബൊഗെയിൻവില്ല ചെടികളുടെയും പരിപാലനം. ആദ്യകാലങ്ങളിൽ വിദേശത്തു നിന്ന് വരെ വിവിധ വെറൈറ്റികളിലുള്ള കടലാസ് പൂച്ചെടികൾ ജിമ്മി വരാപ്പുഴയിലേക്ക് എത്തിച്ചിരുന്നു. 200 രൂപ മുതൽ 2000 രൂപ വരെ വിലയുള്ള വിവിധ നിറങ്ങളിലുള്ള ബൊഗെയിൻവില്ല ചെടികൾ തേടി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് എത്താറുണ്ട്. ബൊഗെയിൻവില്ല പ്രേമികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഇന്ന് ജിമ്മിയുടെ പൂന്തോട്ടം. പൂവുകളോടുള്ള തന്റെ ഇഷ്ടമാണ് 42 വർഷമായിട്ടും ഈ രംഗത്ത് തുടരുന്നതിന്റെ ഘടകമെന്ന് ജിമ്മി കല്ലൂർ പറയുന്നു. രാജ്യത്ത് ഒരിടത്തും കാണാത്ത ബൊഗെയിൻവില്ല ചെടികൾ തന്റെ വീട്ടുമുറ്റത്തുണ്ട് എന്ന് പറയുമ്പോൾ അഭിമാനം നിറയുന്നു ജിമ്മി എന്ന കർഷകന്റെ മുഖത്ത്. ഭാര്യയുടെയും കുടുംബത്തിന്റെയും പിന്തുണയാണ് കഴിഞ്ഞ 42 വർഷവും ഈ രംഗത്ത് തനിക്ക് മുന്നോട്ടു പോകാൻ പ്രചോദനമായതെന്നും ഈ കർഷകൻ അഭിമാനത്തോടെ പറയുന്നു. സിനിമാ താരങ്ങളും ഡോക്ടർമാരുമടക്കം ബൊഗെയിൻവില്ല ഫാമിനെ കുറിച്ച് കേട്ടറിഞ്ഞ് തങ്ങളുടെ ഇഷ്ട നിറങ്ങളിലെ ഹൈബ്രിഡ് ബൊഗെയിൻ സ്വന്തമാക്കാൻ ജിമ്മിയെ തേടി എത്താറുണ്ട്. സുന്ദരമായി വിരിഞ്ഞു നിൽക്കുന്ന ബൊഗെയിൻവില്ല പൂക്കൾ മനസ്സിന് കുളിർമയാർന്ന സന്തോഷമാണ് നൽകുന്നതെന്നാണ് ജിമ്മി പറയുന്നത്. ആദ്യം ഞാനൊരു 40 കളേഴ്സ് എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ വളരെ ചെറുപ്പകാലം എനിക്കൊരു 40 കളേഴ്സോളം ന്യൂ വെറൈറ്റീസുകൾ, അന്നത്തെ ന്യൂ വെറൈറ്റീസുകളൊക്കെ എനിക്ക് കിട്ടിയായിരുന്നു. അപ്പോൾ അതെനിക്കൊരു വലിയൊരു പ്രചോദനമായി. അപ്പോൾ പിന്നെ ഞാൻ കൂടുതൽ ന്യൂ ഹൈബ്രിഡ് വെറൈറ്റികൾ ഞാനത് കൂടുതലായിട്ട് കളക്ഷൻ ചെയ്യാൻ തുടങ്ങി. പിന്നെ എനിക്ക് ബൊഗെയിൻവില്ലയോട് ചെറുപ്പത്തിൽ തന്നെ അതിയായ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. മാഹിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി.